الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയുടെ ബാക്കിയാണ് ഇന്നത്തെ ഖുതുബയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയുവാനും നമുക്കെല്ലാവർക്കും അത് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഖുതുബകളിലൂടെ പറയുന്നതെല്ലാം നല്ല രീതിയിൽ ചിന്തിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കഴിയണം.
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അഥവാ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങളാണ് മിമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആരെയും മോശമാക്കുവാനോ സമൂഹങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുവാനോ അല്ല, മറിച്ച് ഒരു മുസ്ലിം ആയിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും അതിൽ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആ കലിമ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഒരുമിച്ച് കഴിയണമെന്ന ആഗ്രഹത്തോടും നാളെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടണമെന്ന അതിയായ കൊതിയോടുകൂടെയാണ് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി തുറന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഈ വിഷയങ്ങളെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് വിശദീകരിച്ചത്. ആ വിഷയം തന്നെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അതിൽ നിന്ന് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ പറയാനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സെക്കൻഡിലും കോടാനക്കോടി വിശ്വാസികൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. പ്രവാചകന്റെ പേര് കേൾക്കാത്ത ഒരു രാജ്യവും പ്രവാചകനെ ഓർക്കാത്ത ഒരു വിശ്വാസിയും ലോകത്തില്ല. ഒന്നുകൊണ്ടല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് ആ പ്രവാചകൻ വിശ്വാസികളുടെ ഹൃദയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഭവനങ്ങളുടെ മിനാരങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ബാങ്കൊലി, ആ ബാങ്കൊലിയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നീട് പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ്. അതുണ്ടെങ്കിലാണ് ഇസ്ലാം പൂർത്തീകരിക്കുന്നത്. അതുണ്ടെങ്കിലേ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ. ഹബീബായ റസൂലിനെ റസൂലായി, അള്ളാഹുവിന്റെ അടിമയായി ഞാൻ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാകുന്നത്. അതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക. ആ ബാങ്കിന്റെ കലിമത്ത് കേൾക്കുന്ന ഏതൊരു മുസ്ലിമും തിരിച്ചു പറയണമെന്നാണ്. ഒരു മുഅദ്ദിൻ പള്ളിയിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ലഫ്ളുകൾ കഴിഞ്ഞാൽ ഉടനെ കേട്ടവർ അതുപോലെ ആവർത്തിച്ചു പറയണം. ഹയ്യാലൽ സ്വലാ എന്ന് കേൾക്കുമ്പോൾ, ഹയ്യാലൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് കൂടെ പറയണം. പ്രവാചക ചര്യയാണ്. നോക്കൂ നിങ്ങൾ, അപ്പോ നമ്മുടെ നാവിലൂടെ ആ ഹബീബിന്റെ പേര് പറയുമ്പോ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ആ റസൂലുള്ളാഹിന്റെ പേര് അല്ലെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ ചര്യം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് ആ ഹബീബിന്റെ പേര് പറയുന്നു. നമുക്ക് മറക്കാൻ കഴിയില്ല റസൂലിനെ. നമസ്കാരം എടുത്തു നോക്കിയാൽ അവിടെയും പ്രവാചകനുണ്ട്.
രണ്ട് അത്തഹിയാത്തുകളിൽ, ഒന്നാമത്തെ അത്തഹിയാത്തിൽ, ഒന്നാമത്തെ തശഹ്ഹുദിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് എന്ന ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലുന്നു. അവസാനത്തെ തശഹ്ഹുദിലും അത് നിർവഹിക്കുന്നു. ഫർദ് നമസ്കാരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണയുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണയുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലേണ്ടുന്ന സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ഖുർആനിന്റെ ആഹ്വാനമാണ്. വിശ്വാസികളെ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നോക്കൂ നിങ്ങൾ, ഇത്രത്തോളം മഹാനായ ഒരു പ്രവാചകന്റെ അനുയായികളാ നമ്മൾ. ഏത് സമയത്ത് റസൂലുള്ളാഹിനെ ഓർക്കാൻ, റസൂലുള്ളാഹിനെ ഓർക്കാത്ത ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇല്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് സംസാരിക്കാം. സംസാരിച്ചാൽ ബോധ്യമാകും അത് ശരിയാണല്ലോ എന്ന്. നമ്മൾ ഓർക്കാതെ പോകുന്നതാണ് നമ്മുടെ തെറ്റ്. നമ്മൾ ഓർക്കാതെ പോകുന്നതാണ് നമ്മുടെ തെറ്റ്. അങ്ങനെ ഓർക്കുന്ന ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ അല്ലാഹു കഴിഞ്ഞാൽ, ലോകത്തിന്റെ സൃഷ്ടാവ് കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കപ്പെടേണ്ടത് നമ്മുടെ ഹബീബിനെയാണ്, നമ്മുടെ റസൂലിനെയാണ്. സ്നേഹിച്ചാൽ മാത്രമേ ഒരു മുസ്ലിം ഒരു മുസ്ലിമായി, ഒരു മുഅ്മിൻ ഒരു മുഅ്മിനായി നാളെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ പരലോകത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന വസ്തുത നാം ഓരോരുത്തരും അറിയണം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാത്? കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞല്ലോ, മൈക്കൽ എച്ച്ഹാർട്ട് എഴുതിയ 100 പേരടങ്ങുന്ന ലോകത്തെ പ്രശസ്തരായ 100 ആളുകളുടെ പേരിൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഉണ്ട്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉണ്ട്. ആ പേരുമുണ്ട്, ആ പേരുമുണ്ട്. നമ്മൾ പഠിക്കണം അതിനെ കുറിച്ച്. എങ്ങനെയുള്ള ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു? ഉക്കാള ചന്തയിലെ ആര് കണ്ടാലും വിറക്കുന്ന, പേടിപ്പെടുത്തുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കൊല്ലാൻ തന്റെ അടുത്തോടുകൂടെ മുന്നോട്ട് വന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഉമറും ഫിൽ ജന്ന, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ വഹയി പ്രകാരം അറിയിച്ചു കൊടുത്ത ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അൻ അബ്ദുല്ലാഹ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു ഖാല കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഇങ്ങനെ നബിയോടൊപ്പം ഇരിക്കുകയായിരുന്നു. വഹുവ ആഖിദു ബിയദി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ ഉമറിന്റെ ശരീരത്തിൽ വെച്ചു. റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ ശരീരത്ത് വെക്കാൻ. ആ സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ഫഖാല ലഹു ഉമർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഅൻത ഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എൻ്റെ സ്വന്തം ദേഹം ഒഴിച്ച് മറ്റുള്ളവരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അല്ലാഹുവിന്റെ റസൂലാണ്. നബിയെ, എന്നെ കഴിച്ചാൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ളത് അങ്ങാണ് നബിയെ. റസൂലുള്ളാഹിനോട് ഉമർ ഫാറൂഖ് പറയാൻ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഉമറേ, അങ്ങനെയല്ല ഉമറേ, വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കണം,
നിന്നേക്കാൾ എന്നെ നീ സ്നേഹിക്കണം എന്ന് റസൂൽ അങ്ങോട്ട് മറുപടി പറഞ്ഞപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സെക്കൻഡിൽ അങ്ങ് തിരുത്തുകയാണ്. ഫഖാല ലഹു ഉമർ ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, ഈ നിമിഷം മുതൽ എന്നേക്കാൾ എനിക്കേറെ പ്രിയപ്പെട്ടത്, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂലാണ് നബിയേ. فقال النبي صلى الله عليه وسلم الآن يا عمر. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഉമറേ, ഇപ്പോഴാണ് താങ്കളുടെ വിശ്വാസം ശരിയായത്. കേൾക്കുമ്പോ തോന്നുന്നു എന്തപ്പോ അത്ര വലിയ പ്രശ്നമുള്ളത്. മുറലേൻ എന്താ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എനിക്ക് ഇഷ്ടം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ, പറ്റൂല ഉമറേ, താങ്കളെക്കാളും കൂടുതൽ ഇഷ്ടം എന്നോട് കാണിക്കണം. ആ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാറ്റം വരുത്താണ്. അപ്പൊ റസൂല് പറഞ്ഞത് എന്താണ്? ഇപ്പോഴാണ് ശരിയായത്. മനസ്സിലായില്ലേ? അപ്പൊ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ, വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ആ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും കൂടുതൽ, സ്വന്തത്തെക്കാൾ കൂടുതൽ, ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നുണ്ട്, അതിനേക്കാളേറെ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസിക്ക് ഏറ്റവും അധികം സ്നേഹം കാണിക്കേണ്ടത് ഹബീബിനോടാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആൾ അല്ലാഹുവിന്റെ റസൂലാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തെക്കാളും ഏറ്റവും അടുത്തത് വിശ്വാസികൾക്ക് അത് പ്രവാചകനാണ്. മനസ്സിലായില്ലേ? ഇത് ആരാ പറഞ്ഞത്? സൂറത്തുൽ അഹ്സാബ്, പരിശുദ്ധ ഖുർആൻ. ഇനി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. 44-ാമത്തെ ഹദീസിൽ കാണാം. ശരിക്കും നോക്കിക്കൊള്ളിട്ടോ, ഇത് വലിയ വിഷയമാണ്, നിങ്ങളെ തന്നെ പഠിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരാൾക്ക് സ്വന്തം പിതാവിനേക്കാളും സന്താനത്തെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവർ ഞാനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. നമ്മൾ മുഅ്മിനാകണമെങ്കിൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാകണമെങ്കിൽ, അല്ലാഹു ഇഷ്ടപ്പെട്ട ഹബീബിനെ നാം പ്രണയിക്കണം, സ്നേഹിക്കണം. ആ ഹദീസിന്റെ ആദ്യത്തെ പദം നിങ്ങൾ നോക്കൂ. ലാ യുഅ്മിനു അഹദുക്കും, ലാ യുഅ്മിനു അഹദകും. നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. നമുക്ക് എല്ലാ തർക്കങ്ങളെയും മാറ്റിവെക്കാം. ഈ പറഞ്ഞ ഖുർആനിക വചനങ്ങൾ, ഈ ഹദീസുകൾ വെച്ചുകൊണ്ടൊന്ന് വിലയിരുത്തണേ. ലാ യുഅ്മിനു അഹദകും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉപ്പ നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമ്മുടെ സന്താനങ്ങളും പ്രിയപ്പെട്ടതാണ്, നമ്മുടെ ബന്ധുമിത്രാദികളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അവരെ നമുക്ക് സ്നേഹമാണ്, അവർക്ക് നമ്മോടും സ്നേഹമാണ്. എന്നാൽ അവരെക്കാൾ അപ്പുറം സ്നേഹിക്കേണ്ടത് ഹബീബുനാ റസൂലുള്ളാഹി, ഷഫീഉനാ റസൂലുള്ളാഹി, ഖാതിമുൻ നബിയ്യിൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോഴേ നമ്മുടെ ഈമാന് പൂർണ്ണമാകുള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ
24-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഒന്നും കൂടെ വിശദീകരിച്ചു. അതാണ് ആമുഖമായി ഓതി വെച്ച ആയത്ത്. അതാണ് ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലു തറഫ്തുമുഹാ വതിജാറതുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നബിയെ പറയുക, ഖുൽ, നബിയെ പറയുക, അല്ലാഹു പറയും, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കളും, വഅബ്നാഉകും, നിങ്ങളുടെ പുത്രന്മാരും, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങളും, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളും, വഅശീറതുകും, നിങ്ങളുടെ ബന്ധുക്കളും, വഅംവാലു തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും, വതിജാറതും തഖ്ശൗന കസാദഹാ, മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും, വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, അല്ലാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും ആ റബ്ബിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ, നേരത്തെ പറഞ്ഞതൊക്കെ അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നതിനേക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ, അപ്പൊ എന്താ സംഭവിക്കുക? അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ധിക്കാരികളെ അള്ളാഹു നേർവഴിയിലാക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിൽ പറഞ്ഞു നോക്ക്, നിങ്ങൾ ഓരോന്നെടുത്തു പറഞ്ഞു ഖുർആൻ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോയിട്ട് വീട്ടിലെ തഫ്സീർ ഉണ്ടോ, ആ തഫ്സീർ ഒന്ന് എടുത്ത് മറിച്ചു നോക്കുക. സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം മനസ്സിൽ കുറിച്ചു വെച്ചോ. എന്നിട്ട് അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്ക്. നമ്മുടെ ബാപ്പ നമുക്കേറെ പ്രിയപ്പെട്ടതാണ്, നമ്മുടെ ഉമ്മ നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞു, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിന്റെ പാതിയാണ് നമ്മുടെ പെണ്ണ്, നമ്മുടെ ജീവിതത്തിന്റെ പാതിയാണ് നമ്മുടെ ഇണ. ആ ഇണയേക്കാൾ അല്ലേ നമുക്ക് സ്നേഹവും അതുപോലെ തന്നെ നമുക്ക് തണലും താങ്ങുമായി കൂടെ നിൽക്കുന്നവരാണ് ആണും പെണ്ണും കല്യാണത്തിന് ശേഷം. അതുകൊണ്ട് വാസുവാജുക്കും, ആ പെണ്ണിനേക്കാൾ അല്ലെങ്കിൽ ആ ആണിനേക്കാൾ, വഅശീറതക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെക്കാൾ. പിന്നെ പറഞ്ഞു വഅംവാലു തറഫ്തുമുഹാ, സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തിനേക്കാളും നമുക്ക് ഇഷ്ടമാണ്, സ്വാഭാവികമായിട്ടുണ്ടാകും. അത് വേണ്ടെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും അപ്പുറം വീണ്ടും പറഞ്ഞു വതിജാറതുൻ തഖ്ശൗന കസാദാ വമസാകിനു തർലൗനഹാ. കച്ചവടം തുടങ്ങുമ്പോൾ ഒക്കെ നമുക്ക് പേടിയുണ്ടാവും, പഠിച്ചോനത് പരാജയമാവോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാവോ, അല്ലേ? അങ്ങനെ തുടങ്ങുന്ന കച്ചവടങ്ങൾ, ലാഭം നേടുന്ന കച്ചവടങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന പലതും അതിനേക്കാളും നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ പാർപ്പിടങ്ങൾ, നമ്മൾ വളരെ വൃത്തിയോടുകൂടെ കൊണ്ടു നടക്കുന്ന നമ്മുടെ പാർപ്പിടങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഇണയോട് മക്കളോട് എന്താ ഇങ്ങനെ വൃത്തിയാക്കാത്തത് എന്ന് ആ നിമിഷം ചോദിക്കുന്ന നമ്മൾ നമ്മുടെ ആ പാർപ്പിടങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്കത് ഏറെ ഇഷ്ടമാണ്, ആയിക്കോട്ടെ. പക്ഷെ അതിനേക്കാൾ ഇഷ്ടം ആരോട്? ഹബീബായ റസൂൽ. അതില്ലെങ്കിൽ കാത്തിരുന്നോ, അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹു ഒരിക്കലും ധിക്കാരികളെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നേർവഴി കൊടുക്കുകയില്ല. ലാ യഹ്ദി അങ്ങനെ പറഞ്ഞത് ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലാക്കുന്നതല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി നമുക്ക് പറയാനുണ്ട്, ഇപ്പോൾ ഒന്നും ആയിട്ടില്ല.
റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന ഒന്നും ആയിട്ടില്ല. ഇനിയും ഖുർആനിക വചനങ്ങളും ഹദീസുകളുണ്ട്. സഹാബത്തിന്റെ പ്രണയം, സഹാബത്തിന്റെ ഇഷ്ടം, സഹാബത്ത് സ്നേഹിച്ച രീതി, ഇതൊക്കെ പറയാനുണ്ട് നമുക്ക്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാൽ, ഇതനുസരിച്ചല്ലാത്തത് കാണുമ്പോഴാണ് സഹോദരങ്ങളെ അത് ചെയ്തു പോകരുതേ. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്തതാണ്, നമുക്കത് അനുമതിയില്ല. അനുമതിയുള്ളതേ ചെയ്യാവൂ. അത് ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്നത് മഹാ അബദ്ധമാണ് എന്ന് വളരെ സ്നേഹത്തോടുകൂടെ നമ്മുടെ സഹോദരങ്ങളോട് പറയുന്നത്. എന്തിനാ അത് പറയുന്നത്? ആ വിശ്വാസം അനുസരിച്ച് നേരത്തെ പറഞ്ഞില്ലേ, മുഅ്മിനായി മരിക്കുക. അല്ലെങ്കിലോ ലാ യുഅ്മിനു അഹദകും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. എല്ലാവരും മുഅ്മിനാവാൻ വേണ്ടിയാണ് ആ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. വളരെ ലളിതമല്ലേ കാര്യങ്ങൾ? ഇങ്ങനെ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും അവർ റസൂലിനെ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചും ഒക്കെ അറിയണം. ഇൻഷാ അല്ലാഹ് അതിൽ ഒരു സഹാബിയെ കുറിച്ച് ഇന്നത്തെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താം. അത് മറ്റാരുമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബിവിയെ നിക്കാഹ് ചെയ്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് ചോദിക്കാൻ, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഖാല, അദ്ദേഹം പറയാണ്, വല്ലാഹി അഹബ്ബ ഇലൈന മിൻ അംവാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ളമഇ. മാഷാഅല്ലാഹ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾക്ക് അവിടുന്ന് മഹാനായ പ്രവാചകൻ ഞങ്ങളുടെ സമ്പത്തിനേക്കാളും മക്കളെക്കാളും രക്ഷിതാക്കളെക്കാളും മാതാക്കളെക്കാളും ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും പ്രിയപ്പെട്ടവനാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ, ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കിട്ടിയാൽ ആശ്വാസം, വല്ലാത്തൊരാശ്വാസം. നമ്മളത് കുടിച്ചാൽ ഒരു വർത്തനം, ആശ്വാസത്തിന്റെ ഒരു ശബ്ദം നമ്മുടെ വായിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരും. അല്ലേ? ചിലപ്പോൾ അൽഹംദുലില്ലാഹ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഈ സൗണ്ട് നമ്മൾ പറയും. അത്ര ആശ്വാസമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉപ്പയേക്കാളും ഉമ്മയേക്കാളും സമ്പത്തിനേക്കാളും മക്കളെക്കാളും ദാഹിച്ചു വലഞ്ഞ് അവർക്ക് തണുത്ത വെള്ളം കിട്ടുന്ന അവസ്ഥയെക്കാളും എനിക്കേറെ ഇഷ്ടം എന്റെ റസൂലാണ്. അത് ഈമാനാണ്, ഈമാനിന്റെ വർത്തമാനമാണ്, ഇഷ്ടത്തിന്റെ വർത്തമാനമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അങ്ങനെ പറയാൻ. ഇൻഷാ അല്ലാഹ് അങ്ങനെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അത് പറയാനും കേൾക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച നടക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട്. നമ്മളത് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്, വളരെ ലളിതമാണ്, വളരെ ലളിതമാണ് ആ സൂറത്ത്. എപ്പോഴാണ് ആ സൂറത്ത് ഇറങ്ങുന്നത്, അതിന്റെ സബബുൻ നുസൂൽ എപ്പോഴാണ്, അത് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു ഇതര സമൂഹ സഹോദരങ്ങളോട് നമുക്ക് വിദ്വേഷമില്ല, പകയില്ല. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഹബീബ് പഠിപ്പിച്ചു തന്ന ആ ഹബീബിനെ പിൻപറ്റുന്നവർ ഇതര സമൂഹത്തിലുള്ള സഹോദരങ്ങളെ സ്നേഹിക്കണം, സഹായിക്കണം, അവരെ സാമൂഹികപരമായി ഭൗതിക തലത്തിൽ അവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. അങ്ങനെയാണ് അവരോട് ഇടപഴകേണ്ടത്. ചോർന്നൊലിക്കുന്ന വീട്ടിലാണോ
ഒരു ഹൈന്ദവ സഹോദരൻ കുടുംബം ജീവിക്കുന്നതെങ്കിൽ ആ ചോർന്നൊലിക്കുന്ന വീടിന് പകരം അവർക്ക് സുരക്ഷിതമായ ഒരു വീട് ഒരുക്കേണ്ടത് മുസ്ലിമിന്റെ കടമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ, മറ്റേത് ആവശ്യങ്ങളുണ്ടെങ്കിലും ആദ്യം ഓടിയെത്തേണ്ടത് മുസ്ലിമാണ്. ഒരു തടസ്സം, ഒരു തർക്കമില്ല. അവിടെ മനുഷ്യൻ എന്ന ജാതി ഉണ്ടെങ്കിൽ ആ ജാതിയെ സഹായിക്കേണ്ടത് മറ്റൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ മുസ്ലിമാണെങ്കിൽ അത് അവന്റെ മേൽ വളരെ നിർബന്ധമായ കാര്യമാണ്, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷെ വിശ്വാസ കാര്യങ്ങളിൽ അതിൽ നിലപാട് ഒന്നായിരിക്കണം. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയെ മുഹമ്മദേ, നമുക്കൊരു എന്താ ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിശ്വാസ രീതി മുന്നോട്ട് കൊണ്ടുപോകാം. എന്ത് ചെയ്യണം? ഞങ്ങൾ ആരാധിക്കുന്നതിന് മുഹമ്മദ് ഒന്ന് ആരാധിക്കാം, മുഹമ്മദ് ആരാധിക്കുന്നതിന് ഞങ്ങളും ആരാധിക്കാം. പ്രശ്നമില്ലല്ലോ. നമുക്ക് അങ്ങനെ പരസ്പരം ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഊദു ബില്ലാഹ്, ബഹുദൈവ ആരാധനയിലേക്ക് ക്ഷണിക്കുകയോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞില്ല. എന്തു മറുപടി പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയില്ല. മുഖറബുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുൽ നബിയെ പറയണേ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകളോട് പറയണം, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അത് ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ ആരാധിക്കാൻ, നിങ്ങൾ ആ ബിംബങ്ങൾ ആരാധിക്കുന്നത് പോലെ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുള്ളൂ. നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും അവരുടെ ആഘോഷങ്ങളിലോ വിശ്വാസങ്ങളിലോ അവരുടെ കർമ്മങ്ങളിലോ നമുക്ക് എതിർപ്പില്ല. പ്രിയമുള്ളവരെ, ഓരോരുത്തരും അവരുടെ വിശ്വാസ പ്രകാരം അവരുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം ഓരോ വിശ്വാസിക്കും നൽകുന്നുണ്ട്. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ആ സ്വാതന്ത്ര്യത്തോടുകൂടെ അവർ ജീവിക്കട്ടെ. നമ്മളും അതുപോലെ ജീവിക്കട്ടെ. അതുപോലെ ജീവിക്കാൻ നമുക്കും കഴിയണം. അതിനെ കുറ്റം പറയാനും പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല, അവരോട് ആ വിഷയത്തിൽ എതിർക്കാനും പാടില്ല. എന്നാൽ ആദർശങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താനും സംവാദങ്ങൾ നടത്താനും നമുക്ക് അനുവാദമുണ്ട്. അതിൽ ശരിയേതാണ് തെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ശരിയായത് അംഗീകരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. വളരെ ലളിതമാണ്. ഓണം എന്ന് പറയുന്നത് ബഹുദൈവ ആരാധനയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അവരിലുള്ള പണ്ഡിതന്മാര് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങളിൽ ഒരു മുസ്ലിം ഇടപെടാൻ പാടില്ല. അത് ഇന്ന വിഷയമായത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, ഇതൊരു തീവ്രതയില്ല എങ്കിൽ ഞാൻ പറയട്ടെ, ഗുരുവായൂർ അമ്പലത്തിൽ ഒരു മുസ്ലിം നാമധാരിയായ പെണ്ണ്, അവൾ മുസ്ലിം ആണോ അല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ മുസ്ലിം നാമധാരിയായ ഒരു പെണ്ണ് അങ്ങോട്ട് പോയി ഇറങ്ങിയപ്പോ അവിടുത്തെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ആ കുളം അവർ വൃത്തിയാക്കിയില്ലേ?
നമ്മളാരും എതിര് പറഞ്ഞിട്ടില്ലല്ലോ. അത് വർഗീയതയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് അവരുടെ വിശ്വാസ പ്രകാരം അവർ ചെയ്തതാണ് ശരി, അതവർ ചെയ്യട്ടെ. എന്തിനാണ് ആ മുസ്ലിം നാമധാരിയായ പെണ്ണ് ഒരു അന്യ മതസ്ഥരുടെ കുളത്തിലേക്ക് പോയത്, അവരുടെ വിശ്വാസത്തിലേക്ക് പോയത്? അതാണ് തെറ്റ്. ആ തെറ്റിനെ മുസ്ലിം തെറ്റാണെന്ന് തന്നെ പറയും, അത് പാടില്ല എന്ന് പറയും. ഏത് രീതിയിൽ വീഡിയോ ചെയ്യാൻ പോയാലും മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വരുന്ന രീതിയിൽ വീഡിയോ ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ പോകാൻ പാടില്ല. ആ പെണ്ണ് ഇറങ്ങിയതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതാണ് ഇസ്ലാമിന്റെ നിലപാട്. അവിടെ ആരും ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് മുസ്ലിമും പറയുന്നത്, അതുപോലെ തന്നെയാണ് ഇസ്ലാമും പറയുന്നത്. ഓണത്തിനോട് എതിർപ്പില്ല, ഓണത്തിന്റെ വിശ്വാസങ്ങളോട് എതിർപ്പില്ല, അതുമായി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് എതിർപ്പില്ല. അവർ സ്വാതന്ത്ര്യത്തോടുകൂടെ ചെയ്യട്ടെ, അവരുടെ വിശ്വാസങ്ങൾ അവർ നിർവഹിക്കട്ടെ, അവരുടെ കർമ്മങ്ങൾ അവർ നിർവഹിക്കട്ടെ. അതിനെ തടസ്സപ്പെടുത്തരുതേ മുസ്ലിമേ, അവരെ കുറ്റം പറയരുതേ മുസ്ലിമേ. എന്നാൽ അവരുടെ ആരാധനകളിൽ പങ്കുചേരുക, അവരുടെ വിശ്വാസങ്ങളിൽ താൽക്കാലികമായി അന്നേ ദിവസം പങ്കുചേരുക, അത് ഒരു മുസ്ലിമിന് പാടില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമാണ് വലുത്. ഇത് വർഗീയതയാണോ? തീവ്രവാദമാണോ? അല്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു പ്രശ്നമില്ല. അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ പേരിലാണ് ഈ വിഷയങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്, നമ്മൾ അറിയാൻ വേണ്ടി. അപ്പൊ ചോദിക്കും, അതിന്റെ ഭക്ഷണം കൊണ്ടുവന്നാൽ, അതിന്റെ പായസം കൊണ്ടുവന്നാൽ, എന്ത് നല്ല പായസമാണ്, നല്ല അടപ്രഥമനാണ്, നല്ല മധുരമുള്ളതാണ്, അത് ഭക്ഷണമാണല്ലോ, അത് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അത് ഒരു മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ, നേർച്ചയുടെ ചോറ് തിന്നരുത് ഇസ്ലാം പറഞ്ഞു, നേർച്ചയുടെ മാംസം തിന്നരുതെന്ന് പറഞ്ഞു. ഏത് നേർച്ച? അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ഉണ്ടാക്കിയ ഭക്ഷണം, അത് കഴിക്കൽ തെറ്റാണ്, അത് ഹറാം തന്നെയാണ് എന്ന് ഇസ്ലാം പറഞ്ഞെങ്കിൽ, ഇസ്ലാമിക സമൂഹം നേർച്ചയുടെ പേരിൽ, അതുപോലെ തന്നെ കെട്ടിയുണ്ടാക്കപ്പെട്ട അത്തരത്തിലുള്ള മക്ബറകളുടെ പേരിൽ, അതിൽ അന്തിയുറങ്ങുന്ന ആളുകളുടെ പേരിൽ, നേർച്ചയുടെ പേരിൽ ഉണ്ടാക്കപ്പെടുന്ന ഏത് ഭക്ഷണമാണെങ്കിലും ശരി, എത്ര രുചിയുള്ള ഭക്ഷണമാണെങ്കിലും ശരി, അത് നമ്മൾ ഹറാമാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണോ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റു ആരാധനകളുടെ പേരിലുള്ള ഭക്ഷണവും നമ്മൾ ഹറാം തന്നെ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഹൈന്ദവ സഹോദരന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അവരുടെ ഓണം കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചാൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വിളിച്ചാൽ, അവരുടെ വീട്ടിലൊരു പരിപാടിക്ക് വിളിച്ചാൽ നമ്മൾ നേരത്തെ പോകണം, അവർ തരുന്ന ഭക്ഷണം കഴിക്കണം. അതിൽ യാതൊരു എതിർപ്പും ഇസ്ലാമിലില്ല. അവിടുന്ന് അവർ തരുന്ന വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം, അതിലൊന്നും ഇസ്ലാം എതിർപ്പ് പറഞ്ഞിട്ടില്ല. ആരാധനയുടെ പേരിൽ തരുന്ന ഭക്ഷണം, അത് എന്റെ വിശ്വാസത്തിന്, എന്റെ ഏകദൈവ വിശ്വാസത്തിന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്, മറ്റൊന്നുകൊണ്ടുമല്ല. നിങ്ങളുടെ ഭക്ഷണത്തിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, നിങ്ങൾ തരുന്ന വെള്ളത്തിനോട് എതിർപ്പില്ല, പാനീയത്തിനോട് എതിർപ്പില്ല, പായസത്തിനോട് എതിർപ്പില്ല. ഈ ഒരു വിഷയമുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി, അതിനു വേണ്ടി ഒരുങ്ങിയ ഒരു ഹൈന്ദവ സഹോദരൻ മറ്റു ഇതര മത സമൂഹങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല.
നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സ്വാമി ജോലിക്ക് വന്നാൽ പോലും ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്നതല്ല. കാരണം എന്താ? അവരുടെ ആരാധനയ്ക്ക് അത് നിർബന്ധമാണ്. അവർക്ക് ചില നിബന്ധനകളുണ്ട്. ഇന്ന് വരെ നമ്മൾ ആരെങ്കിലും അതിന്റെ പേരിൽ അവർ വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തവരാണ് എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തേ? നമ്മൾ അതിന് അനുവാദം കൊടുത്തു. അവരുടെ വിശ്വാസങ്ങൾ നടക്കട്ടെ, അവരുടെ കർമ്മങ്ങൾക്ക് ഭംഗം വരാൻ പാടില്ല, അവരുടെ ആ യാത്രക്ക് ഭംഗം വരാൻ പാടില്ല. അത് അതിന്റെ നിബന്ധനയാണെങ്കിൽ ആ നിബന്ധനയെ അംഗീകരിച്ചുകൊണ്ട് ആ സഹോദരന് അത് അനുവാദം കൊടുക്കലാണ് നമ്മുടെ പരിപാടി. അതന്നല്ലേ നമ്മൾ ചെയ്യണത്? ക്ലിയർ അല്ലേ? അതന്നല്ലേ നമ്മൾ ചെയ്യുന്നത്? അപ്പോ അവരങ്ങനെ പറയുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട രീതിയാണ്, സഹോദരാ, നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ ഈ രാജ്യത്തിന്റെ സഹോദരങ്ങളാണ്. നമ്മൾ പ്രതിജ്ഞയിൽ പറയാറില്ലേ, നമ്മളെല്ലാവരും ഈ രാജ്യത്ത്, നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് നമ്മൾ പ്രതിജ്ഞ പഠിച്ചിട്ടുണ്ട്, സഹോദരീ സഹോദരന്മാരാണ്. തർക്കമില്ലാത്ത വിഷയമാണ്. ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ക്രൈസ്തവനായിട്ടും തന്നെ ജീവിക്കുമ്പോ സഹോദരങ്ങളായി സഹോദരിമാരായി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവരവരുടെ മതവിശ്വാസങ്ങളെ അത് പണയം വെക്കാതെ അത് പ്രകാരം ആ സ്വാതന്ത്ര്യത്തോടുകൂടി പരസ്പരം അതിനുള്ള അനുവാദവും അതുപോലെ സഹായ സഹകരണത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. അപ്പോഴേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇത്ര സൗന്ദര്യാണിത്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇതര മത സമൂഹത്തിന്റെ ആരാധനകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത്. ഇനി ആർക്കും ഇതെന്തിനാ മുസ്ലിം ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലക്ക് ഭംഗം വരാതിരിക്കാൻ. ഏകദൈവ വിശ്വാസിയാണെങ്കിൽ നമ്മൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അവർക്കത് ക്ലിയർ ആകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സ്നേഹവും സന്ദേശവും ഒക്കെ അതുപോലെ നിലനിൽക്കും. നമ്മളത് പറഞ്ഞു കൊടുക്കണം അല്ലെ? പെരുന്നാളിന് നമ്മൾ പെരുന്നാൾ സന്ദേശം കൊടുക്കാറുണ്ടല്ലോ. അയൽവാസിയുടെ അടുത്ത് പോകണമെന്ന് പറയുമ്പോൾ അവിടെ വിഭാഗ്യത മാറ്റി നിർത്തണില്ല. അയൽവാസി ആരാണെങ്കിലും പെരുന്നാൾ ദിവസം പോകണം എന്നാണ് അല്ലേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അത്തരത്തിലൊരു ക്ഷണം വന്നാൽ വളരെ സ്നേഹത്തോടെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇതാണ് വിഷയം, ഞങ്ങൾ വരും നിങ്ങളുടെ അടുക്കിലേക്ക്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾ കഴിക്കും, അതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തി, ഒരു പ്രയാസമില്ലാതെ അത്തരത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലക്കും ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പ്രവാചക ചര്യയും ഖുർആനും അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ധാരാളം ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് വലിയ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അമലുകൾ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി ദുആ നടത്തുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ഇന്നും പല കാരണങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിം സമൂഹമുണ്ട്, ഇസ്ലാമിക സമൂഹമുണ്ട് റഹ്മാനെ. നിന്റെ സഹായം അവർക്ക് നൽകണം റഹ്മാനെ. അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പ്രാർത്ഥന കൊണ്ട് അവരെ പിന്തുണക്കാനേ ഞങ്ങൾക്ക് കഴിയൂ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാം കേൾക്കുന്ന അറിയുന്ന റഹ്മാനെ, ആ പ്രയാസങ്ങളെ കണ്ട് ആ പ്രയാസങ്ങളെ കേൾക്കുന്ന നാഥ, അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. صلى الله على محمد وآله وصحبه أجمعين.